What's up guys, it's me Nitish and welcome back to my channel. So, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു അടിപൊളി ഫോട്ടോഗ്രാഫി ടിപ്പാണ്. നമ്മുടെ ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ ഫോട്ടോഗ്രാഫേഴ്സിന് പലർക്കും അറിയാത്ത ഒരു ഫോട്ടോഗ്രാഫി ടിപ്പാണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പഴയ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലേ, അവരൊക്കെ യൂസ് ചെയ്ത് വന്നിരുന്ന ഒരു ടെക്നിക്കാണിത്. സോ ഈ ഒരു ടെക്നിക്ക് ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ലൈഫിൽ ഫോട്ടോ എടുക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതായത് നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആവണമെന്നില്ല, ജസ്റ്റ് ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യാൻ പോലും എടുക്കുന്ന പിക്ചേഴ്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. സോ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്നല്ലേ, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സംഭവം ഒരു ബിഗിനർ ലെവലിൽ നിന്ന്, അതായത് നിങ്ങളൊരു സാധാരണയായിട്ട് മൊബൈൽ എടുത്ത് ക്ലിക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ഈ ഒരു ടിപ്പ്, അതായത് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസിന് ഒരുപാട് മാറ്റം വരും. സോ ഞാൻ അധികം ഇതിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ആ ടെക്നിക്ക് എന്ന് നോക്കാം. സോ വിത്തൗട്ട് എനി ഫർദർ ado, let's get started. സോ എന്താണ് ആ ടെക്നിക്ക് എന്നല്ലേ, മറ്റൊന്നുമല്ല, ടേക്ക് ഫോട്ടോസ് ഇൻ ഐ ലെവൽ. ചെറുതായിട്ട് ഒന്ന് മുഖം ചുളിഞ്ഞോ? എങ്ങനെ ചുളിക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ഐ ലെവലിലാണ് ഫോട്ടോ എടുക്കുന്നതെന്നാണ്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഫോൺ എടുക്കുന്നു, അവരുടെ കയ്യിൽ പിടിക്കുന്നു, അവരുടെ ഐ ലെവലിലാണ് എടുക്കുന്നത്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഐ ലെവലിലല്ല ഫോട്ടോ എടുക്കണ്ടേ, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൻ്റെ ഐ ലെവലിലാണ്. അതിപ്പോൾ ഒരു ഹ്യൂമൻ ആവാം, അല്ലെങ്കിൽ മറ്റെന്ത് സബ്ജക്റ്റും ആവാം. ഐ ലെവലിൽ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും കിട്ടുക. ഫെമിലിയർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കാണുന്ന പോലെ നമുക്ക് നമ്മുടെ ഹ്യൂമൻ ഐസിന് പ്ലീസിങ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമുക്ക് ആ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ ഫോട്ടോഗ്രാഫിലൂടെ നമുക്ക് കാണിക്കാൻ കഴിയുക. അത് മാത്രമല്ല, നമ്മൾ എടുക്കുന്ന ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സബ്ജക്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റത്തെ ഫോട്ടോ എപ്പോഴും നിങ്ങളുടെ ഓപ്പോസിറ്റ് ആളെ നേരെ നിർത്തുക, അവരോട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ആ പിക്ചർ എടുക്കുക. സോ ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ എൻ്റയർ ഔട്ട്ലുക്ക്. നിങ്ങൾ ആറ് ഫോട്ടോ എടുക്കുകയാണെങ്കിലും ആദ്യത്തെ പിക്ചർ ഐ ലെവലിൽ എടുക്കാൻ ശ്രമിക്കുക. സോ ഐ ലെവലിൽ ഇങ്ങനൊരു ചിത്രം എടുക്കുന്നതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സേഫ് ഷോട്ട്. നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പൊസിഷൻസിൽ അല്ലെങ്കിൽ ഒരുപാട് ഫ്രെയിമിങ്ങിൽ ഒരുപാട് ആംഗിൾസിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് എടുക്കാൻ കഴിയും. പക്ഷേ ടേക്കിംഗ് എ ഫോട്ടോ ഇൻ എ പ്രോപ്പർ മാനർ, ഇൻ എ പെർഫെക്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് എ ഹ്യൂമൻ ഐ, അങ്ങനെ പിക്ചർ എടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റീവായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മാത്രമല്ല സാധിക്കുക, അതുപോലെ തന്നെ ആ ചിത്രം നിങ്ങൾക്ക് സേഫ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു സേഫ് ഷോട്ട് ആയിട്ട് കയ്യിൽ വെക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫറെൻറ്റ് ആംഗിൾസ് വെച്ച് കളിക്കാം. ഒന്നെങ്കിൽ ബേർഡ്സ് ഐ വ്യൂ, അല്ലെങ്കിൽ വോംസ് ഐ വ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്ത് ഒരു ഫോർഗ്രൗണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു മിഡ് ഗ്രൗണ്ടും വെച്ച് നിങ്ങൾക്ക് ചിത്രങ്ങൾ കമ്പോസ് ചെയ്യാൻ കഴിയും. പക്ഷെ എപ്പോഴും ഓർക്കുക, ഒരു സേഫ് ഷോട്ട് കയ്യിൽ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പോൾ എത്ര ക്രിയേറ്റീവായി ഷോട്ട് എടുത്തു കഴിഞ്ഞാലും ചില സമയത്ത് വർക്ക് ചെയ്യണമെന്നില്ല, അല്ലേ? എത്ര ക്രിയേറ്റീവ് ആംഗിൾസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോട്ടോസ് വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ പറ്റുന്നൊരു ചിത്രം ഉണ്ടാവില്ല. അതിനുവേണ്ടി നമുക്ക് അതിൻ്റെ ബാക്കപ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സേഫ് ഷോട്ട്. സോ ഈ ഒരു ടെക്നിക്സ് ഞാൻ എപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതായത് ഒരാളെ നേരെ നിർത്തി ഫോട്ടോ എടുക്കുക, അതായത് ഒരു പോർട്രേറ്റ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കൊമേഴ്ഷ്യൽ ഷൂട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു മോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏവിയേഷൻ ഷൂട്ടാണ് ചെയ്യുന്നതെങ്കിൽ, എങ്ങനെയാണെങ്കിലും ഞാൻ ആദ്യം സബ്ജക്റ്റിൻ്റെ ഐ ലെവലിൽ നിന്ന് ഒരു ചിത്രം എടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ചിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒബ്ജക്റ്റിൻ്റെ വലുപ്പം എത്രയാണെന്നും അതേപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം മനസ്സിലാവും. അതിപ്പോൾ എന്ത് തരത്തിലുള്ളതാണെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കൂടിയും ആദ്യം ഐ ലെവലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏകദേശം ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഏകദേശം ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏവിയേഷൻ ഫോട്ടോഗ്രാഫിക്കാണ്. അതായത് വിമാനങ്ങളുടെ ചിത്രം എടുക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിമാനങ്ങൾക്ക് ഭയങ്കര വലുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മുടെ ക്യാമറ കൊണ്ട് നമ്മൾ ഒരുപാട് പുറകെ പോകേണ്ടി വരും. സോ എപ്പോഴും പെർഫെക്റ്റ് ആംഗിൾ കിട്ടണമെന്നില്ല. സോ ഏറ്റവും എളുപ്പമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ബേസിക്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നാണ് ഐ ലെവലിൽ ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ആ ബേസിക്കാണ് ഞാൻ അപ്പോൾ യൂസ് ചെയ്യുക. സോ ആ ബേസിക് യൂസ് ചെയ്ത് ആ ഒരു ചിത്രം എടുത്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട്, എത്രയുണ്ട് സബ്ജക്റ്റിൻ്റെ വലുപ്പം, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എത്രയുണ്ട്. അങ്ങനത്തെ ഒരു ഐ ലെവൽ ഫോട്ടോ, അതായത് സേഫ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ക്യാമറ കൊണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങും. ഒന്നെങ്കിൽ ഞാൻ ഒബ്ജക്റ്റിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. അതേ ലെവലിൽ തന്നെ നമുക്ക് ഒരുപാട് പൊസിഷനിലേക്ക് പോകാൻ പറ്റും. ഒന്നെങ്കിൽ ലെഫ്റ്റ് പോകാം, അല്ലെങ്കിൽ റൈറ്റ് പോകാം, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ പോകാം നമ്മുടെ ക്യാമറ കൊണ്ട്.
സോ ഇതെന്താ നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആംഗിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടോട്ടൽ ഏകദേശം ഒരു 9 ഷോട്ട്സ് അറ്റ് എ ടൈം, സിംഗിൾ ടൈം നിങ്ങൾക്ക് കമ്പോസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഫസ്റ്റത്തെ ഷോട്ട് നമ്മൾ ഐ ലെവലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ, അതായത് ലോവർ ആംഗിളും ഹയർ ആംഗിളും ലെഫ്റ്റ് സൈഡിൽ നിന്നോ റൈറ്റ് സൈഡിൽ നിന്നോ, അതേപോലെ തന്നെ ഐ ലെവൽ ലെഫ്റ്റ് സൈഡിൽ നിന്നോ റൈറ്റ് സൈഡിൽ നിന്നോ നമുക്ക് പോയി ഏകദേശം 9 ഷോട്ട്സ് നമുക്ക് അപ്പം തന്നെ കമ്പോസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുക. സാധാരണ ഇപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണക്കാരാണെങ്കിൽ കൂടിയും ഇത് ടെക്നിക്ക് നെക്സ്റ്റ് ടൈം ഫോട്ടോ എടുക്കുമ്പോൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അധികം ഫോട്ടോ എടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ജസ്റ്റ് നിന്നിട്ട് പിക്ചർ എടുക്കാനേ അറിയുള്ളൂ എന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഈ ഒരു ഫോട്ടോഗ്രാഫി ടെക്നിക്ക് ഞാൻ ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഷൂട്ട്സിലും യൂസ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കുക, എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഒട്ടും അറിയണമെന്നില്ല, ജസ്റ്റ് ഐ ലെവൽ എന്താണെന്ന് നോക്കിയിട്ട് ക്യാമറ അവിടെ പ്ലേസ് ചെയ്ത് ഫസ്റ്റത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസിയാണ്. കുറച്ച് ചെറിയൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്, ബേസിക് സ്കില്ലാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഭാവിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു സ്കില്ലാണ്, ഫോട്ടോഗ്രാഫി സ്കില്ലാണ് ഇത്. സോ ജേർണലിസം എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടെക്നിക്ക് ആയിട്ട് ഞാൻ എക്സ്പോസ് ആയത്. ഇത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഷൂട്ടുകളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാണ്ടിരിക്കരുത്. ഇറ്റ് വിൽ ഗിവ് യു റിസൾട്ട് ഫോർ ഷുവർ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആണെങ്കിൽ, ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കമൻറ്റും നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ അഗെയിൻ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ നിതീഷ് സൈനിങ് ഓഫ്.